ഹായ് ഹലോ നമസ്കാരം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ ഞാൻ വന്നേക്കുന്നത്. നമുക്കൊന്നൊരു കോട്ടയം സ്റ്റൈൽ ബീഫ് വരട്ട് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട സാധനങ്ങളാട്ടോ ഈ കാണിച്ചേക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യമേ ബീഫ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കുക്കറിലിട്ട് ഒരു 6 വിസിൽ അടിച്ച് വെച്ചേക്കുക. നന്നായി വേവിച്ച് വെച്ചേക്കുകയാണേ. അപ്പോൾ നമുക്ക് വരട്ടുണ്ടാക്കാൻ ഇച്ചിരി കൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമുക്ക് കടുക് പൊട്ടിക്കുക, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇല്ലാത്ത എന്ത് കറിയല്ലേ, കേരളീയർക്ക് കറിവേപ്പില വേണമല്ലോ. അതിന് ശേഷം നമ്മുടെ പ്രധാന താരം തേങ്ങാക്കുത്ത്. അതിവിടെ എത്ര ഇട്ടാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും ബീഫും കൂടി കഴിക്കാൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ തേങ്ങയുടെ വില ആലോചിച്ചിട്ട് ഞാൻ ഒരുപാടൊന്നും ഇട്ടില്ല. ഒരു മുറിയുടെ 3/4 ഭാഗം ഇട്ടുള്ളൂ. 2 മുറിയൊക്കെ ഇടാനൊക്കെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്, പക്ഷെ അത്രയൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ. എത്ര ഇട്ടു നമുക്ക് ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറണ വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് സമയം എടുക്കും ഈ പച്ചച്ചുവ മാറാൻ. എന്താ വേറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഫ്ലെയിം കൂട്ടിയല്ല വെച്ചേക്കണം, ഭയങ്കര സിമ്മിലിട്ടാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ ഒരു കയ്യിൽ ഫോണിൽ വീഡിയോ എടുക്കണമുണ്ട്, അപ്പോൾ അത്ര സ്പീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുഞ്ഞു ഉള്ളി ആട്ടോ എടുക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. കുഞ്ഞുള്ളിക്ക് പകരം സവാള ഇടാം കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇവിടെ കുഞ്ഞുള്ളിയാണ് താല്പര്യം, അതുകൊണ്ട് കുഞ്ഞുള്ളി ഇട്ട് സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഇതിൻ്റെ പച്ചച്ചുവ വഴറി ഒന്ന് കളർ മാറണ വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് വീണ്ടും വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ആ ഒരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കീറിയത്. ആ പച്ചമുളക് ഇട്ടതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ മൂക്കണ വരെ ഇത് വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴാണല്ലോ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇത് നന്നായി മൂത്ത് കിട്ടുമ്പോഴാണല്ലോ കറിക്ക് രുചി കൂടുകയുള്ളൂ. അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം കൂടി ഞാൻ ഒരുമിച്ചിട്ടാണ്. പൊടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത പെപ്പർ, അതായത് കുരുമുളക് പൊടിച്ചത്, പിന്നെ മീറ്റ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഒരു 1/2 സ്പൂൺ വെച്ചിട്ടാട്ടോ ഇട്ടേക്കുന്നത്. മീറ്റ് മസാല മാത്രം ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറണ വരെ ഒന്ന് മൂപ്പിക്കുക. ഞാൻ വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഒഴിക്കാറില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ പൊടിയുടെ ഒരു പച്ചച്ചുവ മാറി വരുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ വേവിച്ച് വെച്ച ബീഫിനെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ബീഫിനെ വേവിച്ച് വെച്ചതിനകത്തും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം ഇതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്ക് ബാലൻസിങ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കാൻ, അതുകൊണ്ടാണ് കേട്ടോ പതുക്കെ ഇളക്കി കൊടുക്കുന്നത്. തീയാണെങ്കിൽ സിമ്മിലിട്ട് വെച്ചേക്കുക, സ്പീഡിൽ കൂട്ടിയാൽ എങ്ങാനും അടി പിടിച്ചാലോ എന്ന് പേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമുണ്ട്, വെള്ളമയം കൂടുതലാണ്. അപ്പോൾ ഇത് നന്നായി ഈ വെള്ളം പറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഇതിനൊന്ന് ഇനി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നൊരു പാത്രം വെച്ച് പതിയെ അടച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒന്ന് ഞാൻ കൂട്ടി വെച്ചതാണ് ആ ബീഫ്. അതിന് ശേഷം നമുക്കിത് പതിയെ ഇതിനൊന്ന് അടച്ച് വെച്ച് ഒരു അടപ്പ് വെച്ച് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതിയായിരിക്കും കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിതിൽ വെള്ളം വറ്റി സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് തുറന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്നുകൂടി അതിനൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെച്ചേക്കാവേ. ഇച്ചിരി കൂടി നല്ല അടിപൊളിയായി കിട്ടും. ആ വെള്ളം കൂടി തോർന്നെടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കണ്ടോ, അടിപൊളി കോട്ടയം സ്റ്റൈൽ ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ഷോർട്ടേജ് ആയതുകൊണ്ട് കേട്ടോ ഒരു 3-4 ഇട്ടത്. ഒരു അലങ്കാരത്തിന് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ കണ്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ഇട്ടത് കേട്ടോ. അതിന് ശേഷം നമ്മൾ തീ ഓഫാക്കി, എന്നിട്ട് ഒന്നുകൂടി ഇനി അടിയിലൊന്നും പിടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടൊന്ന് ഇളക്കി വെച്ചേക്കുക കേട്ടോ. പിന്നീട് നമ്മുടെ മോളാണ് എൻ്റെ ടെസ്റ്റർ, അവൾക്ക് കൊടുത്തു. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യമേ മാഡം ബാഗിലിട്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷോ കാണിച്ച് തരുവാണ്.